പുറംകടലിൽ തീപിടിച്ച വാൻഹായ് 503 ചരക്ക് കപ്പലിനെ ഉൾക്കടലിലേക്ക് കെട്ടിവലിച്ചു കൊണ്ടുപോയി. വാടകയെ ചൊല്ലി വാൻഹായ് കപ്പലുടമകളും ടോഗിംഗ് കപ്പലുടമകളും തമ്മിൽ തർക്കമുണ്ടായതോടെ ദൗത്യത്തിൽ നാവികസേന നേരിട്ടിടപെടുകയായിരുന്നു. കൊച്ചി തീരത്ത് നിന്ന് 35 നോട്ടിക്കൽ മൈൽ അകലേക്കാണ് കപ്പലിനെ ഇപ്പോൾ വലിച്ചുകൊണ്ടുപോയത്. അറബിക്കടലിൽ തീപിടിച്ച ചരക്ക് കപ്പൽ വാൻഹായ് 503 ആണ് നേവിയുടെ നേതൃത്വത്തിൽ 37 നോട്ടിക്കൽ മൈൽ ദൂരത്തേക്ക് കെട്ടിവലിച്ചുകൊണ്ടുപോയത്. തീപിടിച്ച കപ്പലിനെ നിയന്ത്രിക്കാൻ കമ്പനി ഉടമകൾ ഏർപ്പെടുത്തിയ ടോയിങ് കപ്പലുമായി വാടകയെ ചൊല്ലിയുള്ള തർക്കമുണ്ടായിരുന്നു. ഇതോടെ നിയന്ത്രണം വിട്ട കപ്പൽ കൊച്ചി തീരത്ത് നിന്ന് 27 നോട്ടിക്കൽ മൈൽ അടുത്ത് വരെ എത്തി. തീരത്തിന് ഭീഷണിയുണ്ടായതോടെയാണ് നാവികസേന അടിയന്തരമായി ഇടപെട്ടത്. INS ശാരദയുടെ നേതൃത്വത്തിൽ നാവികസേന കൊച്ചിയിൽ നിന്നും കൊണ്ടുവന്ന ടോയിങ് ഷിപ്പ് ഉപയോഗിച്ച് കപ്പലിനെ നിയന്ത്രണത്തിലാക്കി. തുടർന്ന് നേവി ഹെലികോപ്റ്ററിൽ വിദഗ്ധരെ കപ്പലിലേക്ക് ഇറക്കി. വാൻഹായ് കപ്പലിലേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകരെ എത്തിച്ച ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. നിലവിൽ 35 നോട്ടിക്കൽ മൈൽ ദൂരത്തേക്ക് കപ്പലിനെ കൊണ്ടുപോയതായി നേവി വൃത്തങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. പ്രതികൂല കാലാവസ്ഥയിലും 1.5 നോട്ട്സ് വേഗതയിലാണ് കപ്പലിനെ തീരത്ത് നിന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫ് ഷോർ വാരിയർ എന്ന ടഗ് കപ്പൽ ഉപയോഗിച്ചാണ് നാവികസേനയുടെ പ്രവർത്തനങ്ങൾ. നിയന്ത്രണം വിട്ട കപ്പൽ 2.78 കിലോമീറ്റർ വേഗത്തിലായിരുന്നു ഒഴുകിയിരുന്നത്. അന്താരാഷ്ട്ര കപ്പൽച്ചാലിന് പുറത്തുകൂടി കപ്പലിനെ കെട്ടിവലിച്ച് മാംഗ്ലൂരിലെത്തിക്കുകയാണ് പുതിയ ദൗത്യം. S. ശ്യാംകുമാർ, 24, കൊച്ചി.